ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി പ്രഭാതത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ രണ്ടാം പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ഫോണിൽ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ തലേ ദിവസത്തെ പാർട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഒലത്തിൻ്റെ ഇറച്ചി കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഫീസറിന് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇന്നാണ് നമ്മളിവിടെ ഇക്കാൻ്റെ വീട്ടിലിവിടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബീഫ് വരട്ടാനാണ് കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സച്ചുവും അതുപോലെ തന്നെ സെലിക്കാക്കും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ്. അപ്പം ചപ്പാത്തിയും ചിക്കൻ പാർട്സ് കറിയും കൂട്ടിയിട്ടാണ്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പെരുന്നാൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസം രണ്ടാം പെരുന്നാൾക്ക് നമ്മളിവിടെ തറവാട്ടിൽ വെച്ചിട്ടുമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം മുത്തും അതുപോലെ തന്നെ മോനൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അവരപ്പം. അപ്പോൾ എല്ലാവരും കൂടി കളിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പം റിച്ചുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഇക്കാൻ്റെ ഉമ്മ ഇറച്ചി മുറിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിയാത്തതുകൊണ്ട് തന്നെ താത്തയും കൂടി സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങാച്ചോറും ബീഫ് വരട്ടുമാണ് കേട്ടോ. ഇവിടുത്തെ ഇക്കാൻ്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങാച്ചോറും ബീഫ് വരട്ടുമാണ്. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അപ്പം കുറച്ച് കഴിക്കും, പിന്നെ ഒന്നും കഴിക്കൂല കേട്ടോ. അപ്പം പിന്നെ എന്താക്കി ആൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് തേങ്ങാച്ചോറും ബീഫ് വരട്ടും ആക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാ തേങ്ങയും അരിയും ജീരകവും ഉലുവയൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും മോനൂസും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂത്തച്ഛൻ്റെ വീട്ടിൽ പെരുന്നാൾ ഇന്ന് തന്നെയാണ്, മൂന്നാമത്തെ മൂത്തച്ഛൻ്റെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അഞ്ചാമയിലേക്ക് പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മൂത്ത താത്തിയും മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അവിടെ തിരുമ്പി കുളിക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങാച്ചോറൊക്കെ സെർവ് ചെയ്യാനാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് പോകേണ്ടവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂത്ത താത്താനെയും അതുപോലെ തന്നെ റിനുവിനും സാജിക്കാനും വൈഫിനും അവരെല്ലാവരും കൂടി തിരിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്ത താത്തയും അവരും വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റവരും പോകുമല്ലോ, പിന്നെ നമ്മൾ മാത്രമല്ല. അപ്പോൾ നമ്മൾ പിന്നെ മെല്ലെ കഴിക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇക്കാക്കും പോകണം, കമ്പളക്കാട് ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇക്കും മുത്തുമൊക്കെ അങ്ങോട്ടേക്കും പോകും കേട്ടോ. അപ്പം പിന്നെ അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടവും പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേങ്ങ അരച്ച പരിപ്പും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് വരട്ടിയിരുന്നു. അപ്പം നല്ലോണം വരട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ നീരാക്കിയിട്ടായിരുന്നു കേട്ടോ വരട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടിപൊളി ബീഫ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ലോണം ഇഷ്ടപ്പെട്ടും ചെയ്തു, നമ്മളെല്ലാവരും നല്ലോണം കഴിക്കും ചെയ്തു കേട്ടോ. ഈ ഒരു സമയത്ത് മക്കൾക്ക് എല്ലാവർക്കും ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ വലിയവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എന്നെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. എന്നെ എടുക്കണമെങ്കിൽ ആരെങ്കിലും എടുത്തു തരണം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ സെൽഫി ആയിട്ട് എടുക്കണം, എന്നാലാണ് എന്നെ ഈ വീഡിയോയിൽ കാണുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെതാ സാജിക്ക പിന്നെതാ മക്കൾക്ക് എല്ലാവർക്കും വാരി കൊടുക്കുന്നുണ്ട്. അപ്പം ഇച്ചുവിനെയൊക്കെ ചീത്ത പറഞ്ഞിട്ടാണ് കേട്ടോ തീറ്റിപ്പിക്കുന്നത്. പിന്നെ ഓൻ പിന്നെ 10 മണിക്ക് കഞ്ഞിയൊക്കെ കുടിച്ചോണ്ട് പിന്നെ വലിയ വിഷയമില്ല കേട്ടോ. എന്നാലും 2-3 വായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഇവരെല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് അവരും ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ മൂത്ത താത്ത വരുമ്പം ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സെലിക്കാക്ക് വരുമ്പോഴും ഐസ്ക്രീം കൊണ്ടുവന്നു കേട്ടോ. മാംഗോ ബാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ മാംഗോ ബാറും ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോൻ്റെയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു കേട്ടോ. എല്ലാം കൂടിയും കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ട് ഇരുന്നിട്ട് നമ്മളിരുന്നത്. പിക്കൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കഴിക്കലും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ചെറുതായിട്ടൊന്ന് മയങ്ങിയതിന് ശേഷം ചായയും മിച്ചറൊക്കെ കൂടി കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നടക്കാൻ പോയി. പിന്നെ ഇതാ രാത്രി ഒരു 7:30 മഗ്‌രിബിന് ശേഷം പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ പടക്കം പൊട്ടിക്കുന്നതിന് മുമ്പ് റിച്ചുവിന് ആദ്യം തന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇരുത്തിയിട്ടുണ്ട്. കാരണം ആൾ ഫുൾ ടൈം റൂമിൻ്റെ ഉള്ളിൽ, അപ്പം പടക്കം പൊട്ടിക്കുന്ന ആൾക്ക് കാണണമല്ലോ. അപ്പോൾ അതിനുകൊണ്ട് ഓനെ ഫ്രണ്ടിലേക്ക് ഇരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാതെ കമ്പിത്തിരിയും അതുപോലെ തന്നെ ഇത് കമ്പിത്തിരീൻ്റെ വേറെന്തോ വലിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളും എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് സച്ചുവിന് കൊടുത്തിട്ട് സച്ചു ഇതാക്കണം. അപ്പോൾ ആളോട് സ്പീഡിൽ കറക്കാൻ പറഞ്ഞിട്ട് ആൾ കറക്കുന്നില്ല കേട്ടോ. പിന്നെ ഇക്കത് വാങ്ങിയിട്ടായിരുന്നു കറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ മെയിനായിട്ടുള്ള പെരുന്നാളിൻ്റെ അന്നും രണ്ടാം പെരുന്നാളിൻ്റെ അന്നും ഒക്കെ നമ്മൾ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കമ്പിത്തിരി പിച്ചുവിന് വേണമെന്നിട്ട് ഇച്ചു കുറേ ഓൻ്റെ വൈത്താലെടുത്തു. പക്ഷേങ്കിൽ ഓനിക്ക് മേടിച്ചു തരാം. പിച്ചു ഈ വോയിസ് ഓവറിൻ്റെ സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഈ വീഡിയോ കണ്ടിട്ട് ഓനിക്ക് ഇനിയും പടക്കം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു 2 ദിവസം പടക്കം പൊട്ടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് പടക്കം വേണമെന്ന് പറഞ്ഞിട്ട് പറയൽ തന്നെയാണ് കേട്ടോ പണി. കാരണം എവിടെയെന്നെങ്കിലൊക്കെ ഒരു പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടാൽ മതി
ആക്കും പടക്കം വേണമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഹിക്ക നല്ല സ്പീഡിൽ ചുറ്റാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ സ്പീഡിൽ ചുറ്റുമ്പോൾ കറക്റ്റ് സർക്കിളായിട്ട് വരും കേട്ടോ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഈ കമ്പിത്തിരിയും നമ്മൾ ഇതാക്കുമല്ലോ, അപ്പോൾ കമ്പിത്തിരിയും ഇതാക്കുമ്പോൾ അങ്ങനെ തന്നെ വരും. സ്പൈറൽ ഷേപ്പിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഹെസനി കൊടുത്തിട്ട് ചെയ്യുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിന് വേണമെന്നുണ്ടപ്പോൾ എനിക്കൊരു കമ്പിത്തിരിയൊക്കെ കൈ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിലച്ചക്രവും പൂത്തിരിയും ഒക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളവിടെയൊക്കെ പെരുന്നാൾക്ക് ഇങ്ങനെ പടക്കം പൊട്ടിക്കലുണ്ടോ? അപ്പം ഞാൻ എൻ്റെ കെട്ടിക്കുന്നതിന് മുമ്പൊന്നും ഇങ്ങനെ ചെയ്യലില്ല. പണ്ട് ചെറുപ്പത്ത് ഉപ്പിച്ച് വലിയ ഉപ്പാവൊക്കെ വാങ്ങി തരുന്ന സമയത്ത് അങ്ങനെ പൊട്ടിക്കലൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും പടക്കം പൊട്ടിക്കലും സെലിബ്രേഷനൊന്നും ഇല്ല. പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പം അതൊക്കെ ഒരു ഭയങ്കര രസമാണ്. അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നിലച്ചക്രമാണ് കേട്ടോ കത്തിക്കാം. അപ്പം ഇച്ചും സച്ചും മുത്തൊക്കെ ചുറ്റും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചുവിനെ പിന്നെ എങ്ങനെയൊക്കെയോ മാറ്റിയതായിരുന്നു. ആർക്കും ഒരു പേടിയും ഇല്ല കേട്ടോ ഈ ഒരു പടക്കം പൊട്ടുന്നതിനും അതുപോലെ തന്നെ തീ വരുന്നതിനൊന്നും ഒരു പേടിയും ഇല്ല. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ആ ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ ഇതാക്കി കേട്ടോ. പിന്നെ മണ്ണിൽ വെച്ച സമയത്ത് കുറച്ചൊന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ അത് നിന്നു കേട്ടോ, ചീറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കോൺക്രീറ്റിൽ വെച്ചപ്പോൾ അടിപൊളിയായി വന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഇനി പൂത്തിരിയും കത്തിക്കാണ്. അപ്പം പൂത്തിരി കാറ്റും കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ കത്തിച്ച സമയത്ത് ആദ്യം ഒന്ന് വരും, പിന്നെ നിൽക്കും, പിന്നെ ഒന്ന് വരും, അങ്ങനെ തന്നെ ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് മെനക്കെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം സച്ചുവിനെ കുറേ നേരം കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആള് കത്തിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് തീരെ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കെട്ടുപോകുക തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് മുത്തുമായിരുന്നു കേട്ടോ ഇതാക്കിയിട്ട്. പിന്നെന്തോ ചോട്ടാബീൻ്റെ എന്തോ ഒരു സംഭവം കത്തിച്ചിട്ട് ഇങ്ങനെ പറത്തുകയാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന എന്തോ പടക്കോ മറ്റോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കുട്ടികളോട് തന്നെ ചോദിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിത് വാങ്ങിയിട്ടൊക്കെ പരിചയമുണ്ട്. അവർ റിപ്പണ്ണും ഈ ഒരു പടക്കവും കാര്യങ്ങളൊക്കെ മേടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലോണം അറിയാം കേട്ടോ ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് പേരും നമുക്ക് സാധാരണയായിട്ട് കത്തിക്കുന്നതിൻ്റെ പേര് മാത്രമേ കേട്ടോ എനിക്കറിയുള്ളൂ. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂത്തിരി ആണെങ്കിലും വലിയ പൂത്തിരി ഉണ്ടായിരുന്നു, ചെറിയ പൂത്തിരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പടക്കം പൊട്ടിക്കൽ ആർക്കും അറിയില്ല. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും കേട്ടോ എല്ലാവരും അറിയാൻ പോകുന്നത്. നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ അന്നും പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്നായിരിക്കും കേട്ടോ അറിയാം. അപ്പോൾ ഇതാ എല്ലാവരും അത്യാവശ്യത്തിലേറെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ നേരെ റിച്ചുവിനൊക്കെ അകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളിതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ തേങ്ങാച്ചോറിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി എല്ലാവരും കൂടി കഴിക്കാൻ കേട്ടോ. അപ്പം അതും കൂടി പിന്നെ പപ്പടം നമ്മൾ കഴിക്കാൻ നേരത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി, കാരണം അത് പിന്നെയും ബാക്കിയാക്കിയാൽ അടങ്ങാറല്ലേ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് റിപ്പണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ക്ലാസ് ലൈം ടീം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി കഴിച്ചിട്ടായിരുന്നു എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഇക്കൊല്ലത്തെ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്തു. ഇൻഷാ അല്ലാ ഇനി അടുത്ത പെരുന്നാൾ നമ്മൾ കമ്പളക്കാട് വീട് തന്നെയായിരിക്കും കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുക ഇൻഷാ അല്ലാ. അങ്ങനെ പിന്നെതാ ഈ കൊല്ലത്തെ പെരുന്നാൾ ഇങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത കൊല്ലം ആവണമല്ലോ, നോമ്പും കാര്യങ്ങളൊക്കെ കഴിയണം നമുക്ക് അടുത്ത പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും നമ്മളെല്ലാവരും കൂടുതലാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് തയ്ച്ചുവിൻ്റെ ഓക്കെ ബൈ കേട്ടോ.